ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിന് ഒരു മുഖ്യ പരിശീലകൻ ഇല്ല. ഡൊറിവാൾ ജൂനിയറുടെ പകരം ജോർഹെ ജീസസ് എത്തും എന്നായിരുന്നു ഏറ്റവും ആദ്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ കാര്യങ്ങളിൽ ഇപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് റയൽ മാഡ്രിഡ് വിടേണ്ടി വരികയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രമുഖ മാധ്യമമായ റെലേവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടിയും CBFും ഇപ്പോൾ വളരെയധികം തൊട്ടരികിലാണ് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോപ്പ ഡെൽറേ ഫൈനലിൽ റയലും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഏപ്രിൽ 26-ാം തീയതിയാണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിന് ശേഷം റയലും കാർലോ ആഞ്ചലോട്ടിയും ഇരുന്നു കൊണ്ട് തങ്ങളുടെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യും എന്നാണ് റെലേവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. CBFിനകത്ത് ഇപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് വരുന്ന ജൂൺ മാസത്തിലെ മത്സരങ്ങളിൽ പരിശീലിപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് അപ്പോഴേക്കും അദ്ദേഹം എത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ CBFിനകത്ത് വളർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റെലേവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കോപ്പ ഡെൽറേ ഫൈനലിന് ശേഷം കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡ് വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം ഉടൻ തന്നെ അദ്ദേഹം ബ്രസീലിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കും. അങ്ങനെ ജൂണിലെ മത്സരങ്ങളിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ജൂൺ 5-ാം തീയതി ഇക്വഡോറിനെതിരെ ഒരു മത്സരം ബ്രസീൽ കളിക്കുന്നുണ്ട്. അതിനുശേഷം ജൂൺ 8-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആ രണ്ട് മത്സരങ്ങളിലും ബ്രസീലിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടി എത്തും എന്നാണ് ഇപ്പോൾ CBF വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.